കൃത്രിമ കാലുപകരണ നിർമ്മാതാക്കളായ പൊതുമേഖലാ സ്ഥാപനം അലിംകോ മുഖേന നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കായി ഉപകരണ നിർണയ ക്യാമ്പ് നടത്തി. അനുയോജ്യമായ ഉപകരണങ്ങളുടെ ആദ്യഘട്ട വിതരണം കൊടുമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിതരണം ചെയ്തിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ട വിതരണമാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് നടത്തിയത്. വിത്തനശ്ശേരി ബാങ്ക് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്റ്റായ സ്പർശം എന്ന പദ്ധതിയിലൂടെയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ത്രിതല പഞ്ചായത്തും കൂടി സംയുക്തമായി നടത്തുന്ന സ്പർശം പരിപാടിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളാണ് പങ്കെടുത്തത്. 1100 ചില്ലറ ആളുകളെന്ന് പങ്കെടുത്തു. ആ പങ്കെടുത്തതെന്നും തിരഞ്ഞെടുക്കപ്പെട്ട എന്താണോ അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 175 പേർക്കാണ് നമ്മൾക്ക് സാധനങ്ങൾ കൊടുക്കാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരാൾക്ക് 3-4 ഐറ്റംസ് വന്നിട്ട് കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ജില്ലാ കളക്ടർ അന്നൊരു ഉദ്ഘാടനം ചെയ്ത് വിതരണം നടത്തിയത്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുകയും അതിൽ 10-75ഓളം ആളുകൾ അന്ന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് മുഴുവൻ നമ്മൾ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് വിതരണം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഭിന്നശേഷിക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നൊരു തീരുമാനപ്രകാരമാണ് നമ്മളിന്ന് ഉദ്ഘാടനങ്ങളൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് വേഗം കൊടുത്തുവിടാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആശംസ അറിയിച്ചുള്ളൂ. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.